ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കിട്ടുന്ന സാലറി പരിമിതമാണ്. ഉം. ആവശ്യത്തിനുണ്ട്, ജീവിക്കാനുണ്ട്, അതെ. വരുമാനം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് സാധാരണ വെച്ച് നോക്കുമ്പോൾ പരിമിതമാണ്. ഈ അധികം പ്രഷറുകളുണ്ട്, ഇത്രയധികം സമയം കൊടുക്കണം, ഉം. ഇത്രയധികം വിവാദങ്ങൾ. എന്തുകൊണ്ട് ഇത്രയധികം ഐഡിയ ഉള്ള ഒരാൾക്ക് ഒരു സംരംഭകനാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? ശരിക്കും നല്ല പോയിന്റാണത്. കാരണം ഞാനിപ്പോൾ എത്രയോ സ്റ്റാർട്ടപ്പുകൾക്കും എത്രയോ പേർക്കും മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഈ അഗ്രികൾച്ചറിൽ പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ട് കുറേ പേരുമായിട്ട് അവർ ഇഷ്യൂസ് വരുമ്പോഴും അവരുടെ ബിസിനസ് പ്ലാൻ മൊത്തം പൊളിച്ച് പുതുക്കിയൊക്കെ ഞാൻ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാം സക്സസ് ആവുന്നുണ്ട്. സക്സസ് ആവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അല്ല, ഇപ്പോൾ മേ ബി അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു 15ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലപ്പോഴായിട്ട് ഹെഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10ഓളം സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ, കംപ്ലീറ്റ് നഷ്ടത്തിൽ ഉണ്ടായിരുന്നവയാണ്. എല്ലാം ദൈവകൃപ കൊണ്ട് എല്ലാം നമ്മളവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം പ്രോഫിറ്റിലാക്കിയിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. ക്യാംകോയിൽ പോകുമ്പോഴും ഞാൻ അതാ പറഞ്ഞത്, എനിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്, നിങ്ങൾ ടീം അത് കളയരുത്. എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ മേഡ് ഇറ്റ് ഇൻടു പ്രോഫിറ്റ്. അപ്പോൾ ഒരു ഡയഗ്നോസ് ചെയ്ത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ടേൺ അറൗണ്ട് ചെയ്യുന്ന നമുക്കൊരു ഹൈ കിട്ടും, നമുക്കൊരു സ്പിരിറ്റ് കിട്ടുമല്ലോ, ഒരു ഫീൽ ഗുഡ് കിട്ടണം. സക്സസ് ആണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. അതെ, അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചലഞ്ചസ് ഗവൺമെന്റിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഈ സംരംഭകനായി കഴിഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ ലാഭമാണ്. ലാഭത്തിന്റെ ആവശ്യമില്ല നമുക്കല്ലേ. അത് നമുക്ക് ആവശ്യമുള്ളതുണ്ട്. നമുക്ക് ദിസ് ഈസ് മോർ ദാൻ എനഫ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച ഒരു ഇതും പിന്നെ നമ്മളൊരു കുടുംബം, നമ്മൾ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ പരിമിതമാണ്.